സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജിജുമോൻ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇന്നും നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ജിജുമോൻ സാറാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ ഉദ്യോഗ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തതായ എന്തെങ്കിലും ഒരനുഭവം പറയാനുണ്ടോ? മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമാണ് എൻ്റെ പോലീസ് ജീവിതത്തിൽ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എല്ലാം ഈ വയലൻസും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇതിനകത്ത് നിന്നുള്ള നമ്മൾ എടുക്കുന്ന ടേക്ക് അവേ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഓക്കെ. ഇപ്പം ഞാൻ ഈ തീവ്രവാദ സംഭവത്തിൽ എനിക്ക് എപ്പോഴും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി AK-47 റൈഫിളായിട്ടാണ് എന്നും ഡ്യൂട്ടിക്ക് പോകുന്നത്. AK-47. അപ്പോൾ ഈ വെടിവെപ്പ് നടക്കുമ്പോൾ നമ്മൾ അവസാനം എണ്ണി നോക്കും എത്ര പേര് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് വെടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എൻ്റെ വെടി കൊണ്ട് ആരും മരിക്കാതിരുന്നാൽ നല്ലതായിരുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കും. കാരണം നമ്മൾ ഉദ്ദേശിച്ചേക്കണ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ തീവ്രവാദികളെ ഇങ്ങനെ അവരെങ്ങനെ കാണുകയും ചോദ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കി എത്രമാത്രം അവർ നല്ല മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നും ആയിട്ടല്ല, അവരൊരു ഇൻഡോക്ട്രിനേഷന് അടിമപ്പെട്ടു പോയതാണ്. അവർ ആക്ച്വലി പോസിറ്റീവായിട്ട് ഈ രാജ്യത്തിൻ്റെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സൈഡിലോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, ജീവനാണ്. അപ്പോൾ അങ്ങനെ പോകരുതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന കണക്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ വെടി കൊണ്ട് ആരും മരിച്ചില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിലൊരു ആശ്വാസം. രാജ്യത്തെ രക്ഷിക്കും വേണമെന്ന ഒരു ശത്രുവാണേൽ പോലും നമ്മുടെ തോക്കുകൊണ്ട് വെടിവെച്ച് വീഴുമ്പോൾ നമ്മുടെ എന്റെ കൈ കൊണ്ടാ മരണം നടക്കരുത്. ഇതെന്നാന്ന് വെച്ചാലേ ഇതിലൊരു ഭയങ്കര ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യർ പോലും. നമ്മള് ഇവിടെ ഈ തോക്കെടുത്ത് മുന്നോട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നിൽ നിൽക്കണം സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവനും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും വന്നേക്കുന്നത്. അവന്റെ പിന്നിലുള്ള രക്ഷിക്കാനും ഒരു കോസിനും വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷെ ബൈ ചാൻസ് നമ്മുടെ ഡ്യൂട്ടി ഇതായി പോയി, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അധികാരം ചിന്തിക്കാത്തൊരു കാര്യല്ലേ സാർ പറഞ്ഞ പോലെ, മനസ്സിലൊരു നന്മ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. പിങ്ക് പോലീസുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് അറിയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് നമ്മൾ വളരട്ടെ വാടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരട്ടെ വാടാതിരിക്കട്ടെ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കിയതാണ് പിങ്ക് പോലീസുമായിട്ട്. അതിന് നമ്മൾ സെലക്ട് ചെയ്ത യൂണിറ്റ് പിങ്ക് പോലീസ് ആണെന്നുള്ളതാണ്. വളരട്ടെ വാടാതിരിക്കട്ടെ എന്നുള്ള കൺസെപ്റ്റ് എടുക്കാനുള്ള കാരണം, ഇന്ത്യ ഈ UN-ന്റെ ഒരു മെമ്പറാണല്ലോ. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സെക്ഷൽ അബ്യൂസും അത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഡിഗ്നിറ്റി വളരെ മോശമാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ ഈ 2012 ഇന്ത്യ അതിനോട് ചേർന്നുകൊണ്ട് UN-നോട് ചേർന്നുകൊണ്ട് ഇവിടെ പോക്സോ ആക്ട് എനാക്ട് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ വളരെ ഫ്യൂ നമ്പേഴ്സായിരുന്നു. 2012 ആ 10-15 സംഗതി പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ മിയർ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സായിരുന്നു, വളരെ കുറവായിരുന്നു. അതെ. 2022 ഞാൻ ആലുവ റൂറൽ SP ആയിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഡേറ്റ ഇങ്ങനെ നോക്കിയപ്പോൾ അത് ഏകദേശം 200-നും 300-നും ഇടയിലാണ്. ഒരു ചെറിയ ജില്ലയിലെ കാര്യം ഞാൻ പറയാം, ഒരു ജില്ലയിൽ എറണാകുളം റൂറൽ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ കേസുകൾ പെട്ടെന്ന് എടുക്കണം, അതിനെ CWCയിൽ ഹാജരാക്കണം, അത് ആ കേസുകൾ പ്രത്യേകം ട്രയൽ ചെയ്യാനായിട്ട് പോക്സോ കോടതികൾ പ്രത്യേകം ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മറ്റേ പോലീസിൻ്റെ യൂണിറ്റുകൾ
ചൈൽഡ് ആയിട്ട് ബന്ധപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ കേസുണ്ടായാലും ഉടനെ തന്നെ പ്രതിയെ പിടിക്കും, റിമാൻഡ് ചെയ്യും, നല്ല ശിക്ഷയും കൊടുക്കും. പക്ഷേ ഇതെല്ലാം പറഞ്ഞ പോലെ നമുക്ക് പരിക്കേറ്റ ശേഷമുള്ള മെയിൻ്റനൻസ് ഇതെല്ലാം നടക്കും. ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ഒരു വാക്സിനേഷൻ പോലെയാണ് ഈ വളരട്ടെ വാഴാതിരിക്കട്ടെ പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അവർ നമ്മൾ ഈ കുട്ടികളെ കൂടുതലായിട്ട് ഈ കാര്യത്തിൽ ബോധവൽക്കരിച്ചാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മറ്റേ കുറച്ച് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ആ സാഹചര്യങ്ങൾ അതെ, നമുക്ക് ഏത് യൂണിറ്റ് കിട്ടിയാലും സ്കൂളിലായാലും മറ്റ് കുട്ടികളുടെ കൂട്ടായ്മയിലായാലും ക്ലബിലായാലും കുടുംബശ്രീയിലായാലും നമ്മൾ ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് ഇത് സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ അക്രമത്തിന് ഇരയാവുന്ന കുട്ടികളുടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള പ്രതിസ്ഥാനത്ത് വരുന്നത് അവരോട് വളരെ അടുത്ത ആളുകളാരെങ്കിലും. പിടിക്കപ്പെടില്ല എന്ന് അവർക്ക് ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ആളുകൾ ചിന്തിക്കില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ പേരും കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരു കാര്യം. ഒരു തേർഡ് പാർട്ടി എല്ലാവരും കൂടുതലും അവരുമായിട്ട് വളരെ അടുത്ത ആളുകളായിരിക്കും. അത് വെച്ചാൽ അത് ഏത് വേണേലും ആവാം. ചിലപ്പോൾ രണ്ടാനച്ഛനാവാം, അല്ലെങ്കിൽ ബന്ധുക്കളാരെങ്കിലും ആവാം, ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എന്നും കൊണ്ടുപോകുന്ന വണ്ടികളുടെ ആരെങ്കിലും ആവാം, ഇല്ലെങ്കിൽ അധ്യാപകരുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ആകുന്ന ബന്ധുക്കളാവാം. ഇവരെല്ലാവരും കുട്ടിക്ക് ആക്കുകയും ഒരു അപരിചിതനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ കുട്ടിയാണ് ഒന്ന്, കുട്ടിക്ക് കൺസെന്റ് കൊടുക്കാനുള്ള അധികാരം ഇല്ലെന്നുള്ളതാണ്. എന്നെ ചേട്ടൻ കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ കുട്ടിക്ക് അധികാരമില്ല. ആൺകുട്ടിക്കുമില്ല പെൺകുട്ടിക്കുമില്ല. കുട്ടിയുടെ അധികാരം അയാളുടെ രക്ഷകർത്താവിലാണ്, പേരന്റിലാണ്, അല്ലെങ്കിൽ ടെമ്പററി ഗാർഡിയനായിട്ടുള്ള സ്കൂൾ ടീച്ചേഴ്സ്, അങ്ങനത്തെ ഏതെങ്കിലും തൽക്കാലം നമ്മൾ ട്യൂഷൻ മാസ്റ്റർ അങ്ങനെ ഏൽപ്പിച്ച അവർക്കാണ്. അവരുടെ അനുവാദം ഇല്ലാതെ ഈ കുട്ടീനെ ആർക്കും ഒരു വണ്ടിയിൽ പോലും കയറ്റിയിട്ട് പോകാൻ പറ്റില്ല. അത് സംഗതി അത് കിഡ്നാപ്പിങ്ങിൻ്റെ കുറ്റകൃത്യമാണ്. ശരി ശരി. അപ്പോൾ ഈ ഒളിച്ചോട്ടമൊക്കെ ആ രീതി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കുട്ടിയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ലോജിക്കുമില്ല. അപ്പോൾ കുട്ടിക്ക് അനുവാദം കൊടുക്കാൻ കഴിയില്ല. കുട്ടിയെ ഏത് രീതിയിൽ അബ്യൂസ് ചെയ്ത ഒരാൾ ജയിലിൽ പോകും. ഏത് രീതിയിൽ ആ രീതിയിൽ സംഗതി വന്നിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനിഷനൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവെയർ ആയാൽ നമുക്ക് ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. പിന്നെ ഈ ഉണ്ടാവുന്ന കുട്ടികളെ സംബന്ധിച്ച്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വിക്ടിംസിനെ സംബന്ധിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു കേസിന്റെ പുറത്തായിരിക്കും. അതൊരു വലിയ അപകടം പിടിച്ചൊരു സംഗതിയാണ്. ഈ അടുത്ത നാളുകളിലാണല്ലോ, ഏകദേശം ഒരു 3-4 വർഷമായി കാണുമല്ലോ, ഈ വനിതകൾക്ക് വേണ്ടിയാണല്ലോ പിങ്ക് പോലീസ് എന്ന് പറയുന്ന സംഭവം രൂപപ്പെട്ടത്. അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം എന്താണ്? വനിതകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി എന്താണ് ഈ പിങ്ക് പോലീസ് ലക്ഷ്യമാക്കുന്നത്? വനിതകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വമാണ് അവരെക്കുറിച്ച് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഈ അസമയങ്ങളിൽ, ഇപ്പോൾ ഒരു ലേറ്റ് നൈറ്റായി, ഒരു ഇരുട്ടായി, അപ്പോൾ ഒരു വനിത ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, അവർക്ക് ബസ്സിൽ കയറി പോകണം, അല്ലെങ്കിൽ അവർ പോകുന്ന റൂട്ടിൽ വണ്ടിയില്ല. അപ്പോൾ നമ്മുടെ പിങ്ക് പോലീസിൻ്റെ ദൗത്യമാണ് അവരെ ആ വണ്ടിയിൽ വീട്ടിലെത്തിക്കുക എന്നുള്ളത്. എല്ലാം പുതിയ വണ്ടികളാണ്. അപ്പോൾ അവരോട് ഈ പിങ്ക് പോലീസിനോട് ആവശ്യപ്പെടുകയാണ് അവർ, എനിക്ക് ഇനിയും പോകാൻ റൂട്ടിൽ വണ്ടിയില്ല, എന്നെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവിടും. അതാണ് അവരുടെ ഡ്യൂട്ടി. ഇതാർക്കും അറിയത്തില്ല സാറേ. അതാണ് അവരുടെ 15 അവരുടെ നമ്പർ. 15 നമ്പറാണ്. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും. അവർക്ക് അവരെ എപ്പോഴും ഫ്രീ ആയിട്ട് സമീപിക്കാം. എനിക്കിത് ഇങ്ങനെ ശല്യമുള്ള ഒരാൾ അവിടെ നിൽക്കണം, എനിക്ക് പേടി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരപ്പ വെരിഫൈ ചെയ്തിരിക്കും. എല്ലാ പോലീസ് സ്റ്റേഷൻസിലും എല്ലായിടത്തും ഇല്ല. ഇത് എല്ലാ ഡിവൈഎസ്പിമാർക്കും ഓരോ യൂണിറ്റുകളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. കാരണം അത് ഗ്രാജുവലി അത് കൂടി വരും. അപ്പോൾ ഈ വളരട്ടെ വാഴാതിരിക്കട്ടെ പരിപാടി നമ്മൾ ശരിക്കും ഇനീഷ്യലായിട്ടുള്ള അവരുടെ രാവിലത്തെ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ സ്കൂൾ മറ്റേ ട്രാഫിക് തിരക്കുകളും അങ്ങനത്തെ ഇത് കഴിഞ്ഞ് പിന്നെ അവർക്ക് അടുത്ത സ്ലോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഫ്രീ ഉള്ള ക്ലാസ്സുകൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കോൺഗ്രേഷൻ ലീവ് വിവരം അവരെ അറിയിക്കുക എന്നുള്ളത്. ഇന്ന സാഹചര്യങ്ങളിൽ പെട്ടാൽ നമ്മൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതിന് എങ്ങനെ ഹ്യൂ ആൻഡ് ക്രൈ വെക്കണം, അത് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ദോഷമാണെന്നുള്ളത് കുറച്ച് പറയണം. അവർ കൺഫ്യൂഷനിലായി പോകും. പറയാൻ പാടില്ല, എന്നെ അങ്ങനെ ചെയ്താണോ ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അവെയറായി കഴിഞ്ഞാൽ അവരുടെ കണ്ണ് തുറക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ ഒരുപാട് പേര് ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട്. ഒരു പോലീസുകാരൻ അവിടെ നിന്നാൽ അവൻ നോക്കുന്നത് അവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടോ എന്നുള്ളത്. ബിക്കോസ് അവൻ അറിയാം അതൊരു ഒഫൻസാണ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നിങ്ങൾ സാധാരണക്കാർ നടന്നാൽ അത് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ബിക്കോസ് നിങ്ങളത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ എന്നതുപോലെ ഈ കുട്ടിയെ നമ്മൾ അവെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം അത്ര സേഫ് അല്ല, ഇത്തിരി ആളുള്ളടത്തേക്ക് മാറി നിൽക്കണം എന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ വീട്ടിൽ തനിച്ചുള്ളൂ, അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ എൻ്റെ അങ്ങനെ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സംഭവം നോക്കാം. അല്ല അപരിചിതർക്ക്
ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മയക്കുമരുന്നുകൾ അല്ലെ. ഇപ്പോൾ മുന്നേ മുതിർന്നവരിലാണ് ഇത് നമ്മൾ കൂടുതലും കണ്ടിരുന്നത്. ഇപ്പോൾ കുട്ടികളിൽ പോലും ആ ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ, ഇതിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ളത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സുഹൃത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി. ഒരു നല്ല സുഹൃത്തിന് മാത്രമാണ് തൻ്റെ കൂട്ടുകാരൻ ഒരു ആപത്തിൽ അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുമ്പോൾ അവനോട് നോ പറയാനുള്ള ധൈര്യം ഉണ്ടാവും. പലപ്പോഴും അവർ കുഴപ്പമില്ല, ഞാൻ അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അവൻ്റെ തെറ്റിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരുത്തനായിട്ടാണ് പലരും സുഹൃത്തുക്കളെ കാണുന്നത്. അതെ, സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു നിസ്സംഗത പാലിക്കും, അല്ലെങ്കിൽ പറയേണ്ടടുത്ത് പറയില്ല, ചെയ്യേണ്ടത് ചെയ്യില്ല. അതിനുശേഷം അവൻ അതിൻ്റെ എല്ലാ ദോഷങ്ങളും അനുഭവിക്കുമ്പോഴും ഇവൻ കൂടെ ഉണ്ടാവും. പക്ഷെ അന്നേരം അവന് തോന്നും എനിക്ക് ഇത്തിരി മുന്നേ ചെയ്യാമായിരുന്നു, ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത് വരില്ല. അപ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ക്വസ്റ്റ്യനായി പോയി. കണ്ണിൻ്റെ ദാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളെ ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസികളാണ് ഇതിൽ കൂടുതൽ പ്രേക്ഷകരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ അങ്ങ് അറ്റം വരെ എത്തി എന്നുള്ളതാണ്. ഇത്തിരി മുമ്പ് നമ്മൾ ആമുഖത്തിൽ ആ പാട്ട് കേട്ടു. നമ്മൾ സഹനമാണ് ഒരു ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് സംഗതി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ സഹനത്തിൻ്റെ ഒരു യാഡ് സ്റ്റിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാവില്ല. അതായത് നമ്മളുടെ ഒരു സൂയിസൈഡൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ചെറുതായിട്ട് വന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് സഹിക്കാനായിട്ടുള്ള ആ ഒരു ടോളറൻസ് ലെവലേ യേശുക്രിസ്തുവിൻ്റെ അത്രയും ആരാ കാണിച്ചതെന്ന്. അല്ലെങ്കിൽ മാതാവ് നമുക്ക് കാണിച്ചു തരുന്ന ആ മെസ്സേജ് എന്താണ്? നമ്മൾ പിയാത്ത എന്ന് പറയുന്ന ആ ഒരു പിക്ചർ കാണുമ്പോൾ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഇൻസിഡൻറ്റ് ഓർമ്മ വരും. സ്വന്തം മക്കൾ മരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷമമുള്ള ഒരു സംഗതിയായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ഒരാൾക്ക് അവർ ആ മാതാവിൻ്റെ മടിയിലേക്ക് മറ്റേ യേശു ക്രിസ്തുവിനെ മരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം സഹിക്കാൻ കഴിവുള്ളവനാണ് ശരിയായുള്ള ക്രിസ്ത്യാനി. അപ്പോൾ അത്രയും കഴിവുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് വേണം ഈ ലോകത്തു നിന്ന് കടന്നു പോകാനായിട്ട്. കാരണം നമുക്ക് ജീവിതം കിട്ടിയത് വലിയൊരു സൗഭാഗ്യമാണ്. അപ്പോൾ ആ സൗഭാഗ്യത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നന്മകളിൽ ഒന്ന്, നമ്മൾ മരിച്ച ശേഷം മണ്ണിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ ഇനിയുള്ള മരണങ്ങളിലെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസി എല്ലാവർക്കും ദാനം ചെയ്തു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് പ്രത്യേകം ഒരു മുടക്കമില്ല, ചെറിയൊരു മനസ്സുകൊണ്ടുള്ളൊരു ഇത് മാത്രമാണ്. അത് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കണ്ണുകൾ എന്നും ജീവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാറേ. വൈജി, നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു സാറിനോട്. സാറിൻ്റെ കുടുംബത്തെ കുറിച്ചൊന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും. എൻ്റെ വൈഫ് രഞ്ജു അൽഫോൻസ് എന്നാണ് പേര്. LICയിലെ ഹയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആണ്. മോൻ്റെ പേര് മാത്യൂസ് ജിജി എന്നാണ്. അവനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MS പഠിക്കുകയാണ്. UK ബ്രൂണൽ യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. മോള് കാതറിൻ ജിജിയാണ്. അവൾ ഓസ്ട്രേലിയൻ അഡലേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം PG കോഴ്സാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. വീട് ശരിക്കും എൻ്റെ വീട് ഊന്നുകല്ലാണ്. എൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അപ്പൻ്റെ പേര് മാത്യു എന്നാണ്. ഇപ്പോൾ 84 വയസ്സായി. അമ്മയുണ്ട്. അമ്മയ്ക്ക് ഏകദേശം 70 വയസ്സുണ്ട്. മേരി എന്നാണ് പേര്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ജിജിമോൻ സാറിൻ്റെ ജീവിതം ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു ഈ സമയം ഇത്രയും. തീർച്ചയായും സാറിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും കൂടുതൽ കണ്ണുകൾക്ക് തിളക്കം നൽകുവാൻ, അങ്ങനെ പ്രകാശപൂരിതമായ ജീവിതം
നമ്മളെല്ലാവരും വ്യക്തിപരമായി നേടിയെടുക്കുവാൻ അതിന് ഒരു പ്രചോദനമായി സാറിൻ്റെ ഈ അനുഭവം പങ്കുവെച്ചതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സാറിൻ്റെ നല്ല വാക്കുകൾക്ക് ഗുഡ്നസ് TV ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സാറിനുണ്ടാകട്ടെ. ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സാറിന് സമ്മാനിക്കുന്നതിനായിട്ട് ഒരു വിശിഷ്ട അതിഥിയെ കൂടി നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നമുക്ക് ക്ഷണിക്കാനുണ്ട്. ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഗുഡ്നസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ അലക്സ് ചാലങ്ങാടി. അച്ഛാ, കേരള പോലീസ് റിട്ടയർഡ് SP ജിജിമോൻ സാറാണ് നമ്മുടെ ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ടുണ്ടായിരുന്നത്. ഒത്തിരി വിശേഷങ്ങളും അറിവുകളൊക്കെ നമുക്ക് പകർന്നു വന്നു. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. SP ആയി കേരള സേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത നമ്മുടെ ഗുഡ്നസ് ഫ്ലോറിലേക്ക് കടന്നു വന്ന ജിജിമോൻ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ക്രമം ഈ ലോകത്തിലുണ്ടാവുക നിയമപാലനത്തിലൂടെയാണ്. നിയമപാലനം ശ്രദ്ധിക്കുന്നവരാണ് പോലീസ് സേന. സാറ് പറഞ്ഞതുപോലെ ഏവർക്കും ആശ്വാസമാകണം പോലീസ് സേന. കള്ളന്മാർക്കും ആശ്വാസമാണ് ചിലപ്പോഴെങ്കിലും പോലീസ് സേന എന്ന് സാർ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ക്രമങ്ങൾക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്നവരാണ് പോലീസ് സേന. രാപകലില്ലാതെ അധ്വാനിക്കുന്നവർ. പലപ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് പർവ്വതീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോലീസ് സേനയെ കുറ്റപ്പെടുത്തുവാനോ അകറ്റി നിർത്തുവാനോ പരിശ്രമിക്കുമ്പോൾ അവരുടെ കഠിനാധ്വാനം, അവരുടെ പ്രയത്നം, അവരുടെ സമർപ്പണം നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു എന്നുള്ളതാണ്. സാറിൻ്റെ ജീവിതാനുഭവത്തിലൂടെ പോലീസ് സേനയെ ഒത്തിരി സ്നേഹിച്ച സാറിൻ്റെ പ്രവർത്തനത്തിലൂടെ പോലീസ് സേനയുടെ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. എല്ലാ പോലീസ് സേനകൾക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ സാറിൻ്റെ പ്രത്യേകമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരാം. നമ്മുടെ കണ്ണുകൾ മരണശേഷമാണ് നമ്മൾ ദാനം ചെയ്യുന്നത്. മരണശേഷം നമ്മൾ ദാനം ചെയ്യുന്ന കണ്ണുകൾ അത് മറ്റുള്ളവർക്ക് ലോകത്തെ കാണുവാൻ, ലോകത്തിലെ പ്രകാശം അനുഭവിക്കുവാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. മരണശേഷവും നമ്മൾ ഈ ലോകത്തിൽ പ്രകാശമായി ജീവിക്കുന്നു എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്യുവാൻ നമുക്ക് സമ്മതപത്രം എഴുതി വയ്ക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താം. അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രകാശം കാണാൻ സാധിക്കാത്ത അനേകർക്ക് നമ്മുടെ കണ്ണുകളിലൂടെ അവർക്ക് ഈ ലോകത്തെ കാണുവാൻ, വർണ്ണങ്ങളെ അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ജിജിമോൻ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ഞാൻ അലക്സ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം യഥാവിധം ഉപയോഗിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സമാധാനവും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.